സ്മൃതി ഇറാനിക്ക് പുതിയ സ്ഥാനം നൽകി കേന്ദ്ര സർക്കാർ. PMML കൗൺസിലിലാണ് അംഗത്വം. KK മുഹമ്മദിനും അംഗത്വം നൽകി. പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി എക്സിക്യൂട്ടീവ് കൗൺസിൽ പുനഃസംഘടിപ്പിച്ച് കേന്ദ്ര സർക്കാർ. അധ്യക്ഷ സ്ഥാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി നൃപേന്ദ്ര മിശ്രയ്ക്ക് 5 വർഷം കൂടി നീട്ടി നൽകി. എന്നാൽ മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി, റിട്ടയേർഡ് ആർമി ജനറൽ സയ്യിദ് അത്ത ഹസ്നൈൻ, നീതി ആയോഗ് മുൻ ചെയർപേഴ്സൺ രാജീവ് കുമാർ, ചലച്ചിത്ര നിർമ്മാതാവ് ശേഖർ കപൂർ എന്നിവരെ പുതിയ അംഗങ്ങളായി നിയമിച്ചു. മുൻ എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ കാലാവധി തിങ്കളാഴ്ച അവസാനിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അമേഠിയിലെ തോൽവിക്ക് ശേഷം മാസങ്ങൾ കഴിഞ്ഞാണ് സ്മൃതി ഇറാനിക്ക് പുതിയ സ്ഥാനം ലഭിക്കുന്നത്. PMMLന്റെ പ്രധാനമന്ത്രി മോദി അധ്യക്ഷനും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വൈസ് പ്രസിഡന്റുമായിരിക്കും. ധർമ്മേന്ദ്ര പ്രധാൻ, ഗജേന്ദ്ര ഷെഖാവത്ത്, അശ്വിനി വൈഷ്ണവ് എന്നിവരാണ് സമിതിയിലെ അംഗങ്ങൾ. കഴിഞ്ഞ കൗൺസിലിലെ 29 അംഗങ്ങളുടെ സ്ഥാനത്ത് 5 പേരെ കൂടി ഉൾപ്പെടുത്തി വിപുലീകരിച്ചു. പുതിയ അംഗങ്ങളുടെ പട്ടികയിൽ പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി അംഗം സഞ്ജീവ് സന്യാൽ, സംസ്കാർ ഭാരതിയുടെ വാസുദേവ് കാമത്ത്, അക്കാദമിക് വിദഗ്ധരായ വാമൻ കേന്ദ്ര, ഹർമോഹിന്ദർ സിംഗ് ഹേദി, വിദ്യാഭ്യാസ വിദഗ്ധൻ ശ്യാമു കൃഷ്ണ ശാസ്ത്രി എന്നിവരും ഉൾപ്പെടുന്നു. പ്രശസ്ത പുരാവസ്തു ഗവേഷകൻ KK മുഹമ്മദ്, നാഷണൽ മ്യൂസിയം ഡയറക്ടർ ജനറൽ BR മണി എന്നിവരും കൗൺസിലിൽ ഉൾപ്പെട്ടു. മുൻ മന്ത്രി V മുരളീധരൻ, മുൻ രാജ്യസഭാ MP വിനയ് സഹസ്രബുദ്ധെ, മാധ്യമപ്രവർത്തകൻ രജത് ശർമ്മ, ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ആർട്ട് പ്രസിഡന്റ് രാം ബഹദൂർ റായ്, ഡോക്ടർ ശ്യാമപ്രസാദ് യാദവ് മുഖർജി, റിസർച്ച് ഫൗണ്ടേഷൻ ഡയറക്ടർ അനിർഖാൻ ഗാംഗുലി എന്നിവരും പുതിയ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടു.